പെണ്ണുങ്ങളെ കാണുമ്പോൾ ഞരമ്പ് രോഗമുള്ള ചില രാഷ്ട്രീയക്കാരെക്കുറിച്ചും വക്കീലന്മാരെക്കുറിച്ചും ജഡ്ജിമാരെക്കുറിച്ചും ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നാൽ വനിതാ പോലീസുകാർക്ക് പോലും തൊഴിലിടത്ത് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് വനിതാ SIമാരാണ്. പത്തനംതിട്ട മുൻ SP-യും നിലവിൽ AIG-യുമായ VG വിനോദ് കുമാർ അശ്ലീല സന്ദേശം അയച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നുമാണ് പരാതി. പരാതിക്കൊപ്പം സന്ദേശങ്ങളുടെ വിവരങ്ങളും വനിതാ ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് DGP ഉത്തരവിട്ടു. ആരോപണം തെളിയിക്കപ്പെട്ടാൽ ഉദ്യോഗസ്ഥനെതിരെ ക്രിമിനൽ നടപടിയോ വകുപ്പ് തല നടപടിയോ ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം ആരോപണം ഉദ്യോഗസ്ഥർ നിഷേധിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊതുപ്രവർത്തകരടക്കം ലൈംഗികാരോപണം നേരിടുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കടക്കം കളങ്കം വരുന്ന തരത്തിൽ ലൈംഗികാരോപണവുമായി വനിതാ SIമാർ രംഗത്ത് വന്നിട്ടുള്ളത്. ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചുവെന്നും ഇതിന് അനുകൂലമായ രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നുവെന്നും കാട്ടിയാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റേഞ്ച് DIG നടത്തിയ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് നടത്തിയത്. ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾക്കൊപ്പം തന്നെ ഇതിന് അനുഭാവപൂർണമായ രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ പ്രതികാര നടപടികളും അതിനനുസരിച്ചുള്ള കൂടുതൽ കടുത്ത കാര്യങ്ങളിലേക്കടക്കം ഈ SP കടന്നിരുന്നു എന്നാണ് വനിതാ SIമാർ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയം ലൈംഗികാരോപണത്തിനിടെ പ്രക്ഷുബ്ധമായിരിക്കുന്നതിനിടയിലാണ് പോലീസ് സേനയിൽ നടക്കം കളങ്കം വരുത്തുന്ന തരത്തിലുള്ള ഈ പരാതിയും അതിനെ തുടർന്നുള്ള റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുന്നത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തുടർന്നുള്ള അന്വേഷണം നടത്തി കനത്ത അച്ചടക്ക നടപടികളിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന.